സ്കോപ്പ്. എടാ അടിച്ചടിച്ച് നഖം ചെയ്യുന്നല്ലാതെ നീയൊക്കെ റെഡ് അടിച്ചിടുന്ന് തോന്നുന്നുണ്ടോ? മതി മതി, വായത്താൾ അടിക്കാൻ റെഡ് വീഴ്ത്തി കാണിക്കാം. ആ എന്നാ കണ്ടോ, കണ്ടില്ലെന്ന് പറയില്ലേ? യെസ്, ഇതാണ് കളി. അടിച്ചിട്ടേ കണ്ട പറ്റുവോടാ നിന്നെ കൊണ്ട്? എടാ ഇവിടെ നിന്ന് വേരിറങ്ങാതെ എല്ലായിടത്തും വീട്ടിൽ പോലും പോയിടാ. ഓ ചോപ്പ് മാത്രമല്ല, കൂടെ എന്തിനും കൂടെ അടിച്ചിട്ടാലേ ജയിക്കത്തുള്ളൂ. കണ്ടോടാ, നിങ്ങൾ കണ്ടോ? അടിച്ചിടാൻ പോവാ കണ്ടോ? കളഞ്ഞിട്ട് പോടാ. നീക്ക് ഞാൻ കളിച്ചു നടന്നോ നാട്ടിലും വീട്ടിനും ഗുണമില്ലാതെ. ഇപ്പൊ നാട്ടിലൊന്നും ഒരു വിലയില്ല. കഴിഞ്ഞ സമയം നമ്മൾ ഈ സമയം എന്തൊക്കെയായിരുന്നു, ക്രിസ്മസ് കാർഡ്, പുൽക്കൂട്, എന്ത് രസമായിരുന്നു. പുളകം കൊണ്ടത് മതി. കഴിഞ്ഞ ദിവസത്തെ ക്രിസ്മസ് കാർഡിലേക്ക് നാട്ടുകാരുടെ പൈസ എല്ലാം പിരിച്ച് അത് പുട്ടടിച്ചവരിൽ പ്രധാന കണ്ണിയായി നീ അത് ആലോചിച്ചിട്ട് അങ്ങനെ പുളകം കൊണ്ടു. അതൊന്നും ഓർമ്മിപ്പിക്കില്ല എൻ്റെ പൊന്നെ. ആടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് നാട്ടുകാരുടെ അടുത്തൊന്നും പഞ്ഞി കിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്നും നടന്നില്ല. കൊറോണ എല്ലാം കണ്ടു. ഇനി ക്രിസ്മസ് മാത്രമേ ഉള്ളൂ ബാക്കി. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്താലോ? നമുക്കൊരു ഗാനമേള നടത്തിയല്ലോ. ഗാനമേളയോ? ഓടാപ്പാ, കഴിഞ്ഞ വർഷത്തെ കൂടി പോകണ്ടെന്നാ നീ ഗാനമേള നടത്താൻ പോകും? എടാ നമുക്കേ ക്ലബിന്റെ ഫ്രണ്ട് ഒരു സ്റ്റാർ നോക്കിയാലോ? ക്രിസ്മസിന് സ്റ്റാർ ഒന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ ക്ലബിന്റെ ഫ്രണ്ട് ഇറങ്ങിയിരിക്കാം. വേണ്ടെങ്കിൽ വേണ്ട, കഴിവുള്ളവന്മാരൊന്നും കൂട്ടുകാരും നാട്ടുകാരൊന്നും അംഗീകരിക്കത്തില്ലല്ലേ. ഐഡിയ എങ്കിട്ട് ഇருக்கு. നീക്ക് ജീവിച്ചിരിപ്പുണ്ടോ? നിനക്ക് തമിഴ്നാട് തിരിച്ചൊന്നും മുള്ളടെ, കൊറോണ ഒക്കെ കഴിഞ്ഞില്ലയോ? നീ പോന്നില്ലയോ? പോണം നാളെ അങ്ങ് പോണം. അല്ല, ഞാൻ 5 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ കാര്യം താഴെ കേട്ടോണ്ടിരുന്നേ. എന്ത് വിഷയം? എന്ത് ക്രിസ്മസോ കേക്കോ എന്തൊക്കെയാ പറയുന്ന കേട്ട്? പാണ്ഡ്യണ്ണ, ക്രിസ്മസിന് നമുക്കൊരു പരിപാടി നടത്തണം. ഉമ്മക്ക് ക്ലീശ ഐഡിയ ഉണ്ട് വരുന്നത്. അളി എൻ്റെ ഒരു പരിപാടിയുണ്ട്. പൊന്നളിയ അല്ല ചീഞ്ഞ ഐഡിയ ഒന്നും കൊണ്ടുവരല്ലേ. എന്നപ്പാ നീ ഇപ്പടി சொல்றங்க? ആ മണ്ടന്മാരെ, എൻ്റെ ഒരു അഴിയുണ്ട്, നിങ്ങളൊന്ന് കേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടെ എടാ അത് വന്ന് മലയാളത്തിൽ പറ. നമുക്ക് ഈ വട്ടം ഒരു സ്പെഷ്യൽ സാധനം ഇറക്കാം. കോയമ്പത്തൂർ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതര സാധനമാണ്. ഏതാന്ന് ചോദിക്കി കമ്പം, ചിത്രക്കമ്പം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് പൊട്ടിക്കിട്ടില്ലേ, പൊട്ടി മേലി പൊട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ചിത്രങ്ങളെല്ലാം ഇങ്ങനെ പതിയും. വെറൈറ്റി സാധനമാണ്. വേണമെങ്കിൽ പറ, ഇപ്പം നമുക്ക് സെറ്റാക്കാം. നീ കാര്യം തെളിച്ചു പറ. എടാ കോയമ്പത്തൂരൊക്കെ ഇതിന് വമ്പ ഡിമാൻഡാ. കഴിഞ്ഞ തലേവരെ ബർത്ത്ഡേക്ക് ഇങ്ങാരും ധനുഷും കൂടെ 10 എണ്ണം വാങ്ങിച്ചിട്ട് രണ്ടുപേരും വീടിൻ്റെ മുമ്പിട്ട് പൊട്ടിക്കുന്ന ഞാൻ കണ്ടതാ. അണ്ണം പറഞ്ഞതാണ് ഇതൊക്കെ, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ കണ്ടായിരുന്നത്, വീട്ടിൽ ഇരുന്ന് കണ്ട്. ഏതാണ്? അല്ലെങ്കിൽ ഇവിടെ കാര്യമില്ല. എടാ കേരളത്തിൽ ഈ സാധനം എങ്ങും ഇറങ്ങിയിട്ടില്ല. നിനക്കൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ പട്ടിഷോ കാണിച്ചാൽ പോരെ? ഞാൻ കൊണ്ടുവരാം. പറയണമെങ്കിൽ ഇന്ന് പറയണം, നാളെ രാവിലെ ഞാൻ പോവും. അല്ലെങ്കിലും നിനക്കൊന്നും ഇപ്പം നാട്ടിൽ ഒരു വരെയില്ലാന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ച അമ്മാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിന്റെ അലവലാതി കൂട്ടുകാരന്മാരൊന്നും ഈ വഴിക്ക് വരുന്നില്ലല്ലോ. കണ്ടോ ഓരോരുത്തന്മാര് പറയുന്നുണ്ടോ? നാട്ടുകാർക്കൊന്നും നമ്മളെ ഒരു വിലയില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഈ പൊട്ടം ഭാഗം വഴിയാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇവൻ പറഞ്ഞ സംഭവം ഞാൻ ഏതോ ഒരു സിനിമ കണ്ടിട്ടുണ്ടല്ലോ. എടാ ഒന്ന് പോടാ, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടോ. നീ ഒന്നും സിനിമ കാണാൻ ഒരു വഴിയില്ല. ഇതൊക്കെ വല്ല നടക്കൂടെ? ആ സുലൈമാൻ കാക്കയുടെ മോളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. ആ പെണ്ണുമായിട്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ അടുപ്പം വേണമെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ വീഴും. ഇതുപോലെ ഈ പറഞ്ഞ ഐറ്റം കൊള്ളാം, നമുക്ക് അതങ്ങ് സെറ്റാക്കാം. നാട്ടുകാർ മുമ്പ് അങ്ങനെങ്കിലും കുറച്ച് വില കിട്ടുന്നതും കിട്ടട്ടെ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കളിയാ. ഇതുപോലെ ഞാൻ അങ്ങോട്ട് തെറിക്കുക. സംഭവമൊക്കെ വേണമെന്നെല്ലാവരും പറഞ്ഞ് 500 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇന്ന് എൻ്റെ തന്ന മറ്റന്നാൾ സാധനം ഞാൻ ഇവിടെ എത്തിക്കാം. അതിനാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ? അതെ, ആകാശത്ത് വിരിയണ്ടേ? 500 രൂപയ്ക്ക് വെച്ച് കൂടുതലല്ലേ? എടാ ഇപ്പം കുറച്ച് പൈസ ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ നാണക്കേട് നാളെ മാറും. വേണമെങ്കിൽ മതി, നീയൊക്കെ തീരുമാനിച്ചിട്ട് പറ. 500 ഇച്ചിരി കൂടുതലല്ലേ? കൂടുതലും അല്ല, നിനക്കൊക്കെ ആ പെണ്ണിൻ്റെ മുമ്പിൽ ഷോ കാണിക്കണമെങ്കിൽ മതി. ഇപ്പൊ തീരുമാനിക്കൊന്നുമില്ല, എവിടെന്നെങ്കിലും പൈസ സെറ്റാക്കി ഇതങ്ങ് സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണല്ലേ? വൈകിട്ടിനുള്ളിൽ പൈസ എല്ലാം എൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരണം. നാളെ രാവിലെ ഞാനങ്ങ് പോകും. ഫോട്ടോ വാട്സപ്പ് അയച്ചു തന്നാൽ മതി. മറ്റന്നാൾ സാധനം ഇവിടെ എത്തും. ഓക്കെ? അപ്പം ശരി, ഞാൻ ഇന്നോട്ട് പോവാ. നീ എപ്പോൾ ഒരു തിരിച്ചു വരാനുണ്ടാന്ന് അറിഞ്ഞൂടാ. ഇത്ര നാളൊക്കെ ലീവ് എടുത്തിട്ടൊക്കെ ഇതിന് വന്നേ. നിങ്ങൾ എന്തായാലും പൈസ ഒക്കെ അയച്ചാൽ നമുക്ക് മറ്റന്നാൾ സാധനം ഇവിടെ എത്തിക്കാം. ഓക്കെ? മറ്റന്നാൾ സാധനം കൊണ്ടുവരുമ്പോൾ കാണാം. ഈ പ്രാവശ്യത്തെ ചിത്രക്കമ്മ സെറ്റ്, സുലിമാൻ കാക്കയുടെ മോൾ സെറ്റ്, നാട്ടുകാർ റൂമിലെ ഷോ സെറ്റ്, വീട്ടുകാർ മുമ്പിലെ വില സെറ്റ്, ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സെറ്റ്.
സാൻഡിൽ വിത്ത് കെയർ ഫ്രം കോയമ്പത്തൂര്. പിന്നെ ചിത്രക്കമ്പായിരിക്കുമോ? പാണ്ഡ്യൻ അയച്ചായിരിക്കും. എടുക്കുന്നില്ലല്ലേ? കൊറോണയുടെ പുല്ല് പോവാടെ. അളിയാ എടാ നീ എവിടാ? എടാ ഞാൻ വീട്ടിലാടാ പല്ല് വെക്കുന്നത്. അളിയാ മറ്റേ സാധനം വന്നു കേട്ടോ. ഏത് സാധനം? എടാ മറ്റേ പാണ്ഡ്യൻ അയച്ച നമ്മുടെ ചിത്രപ്പടക്കം. ആ കൊള്ളാലോ. എടാ എന്തോ വേണം ഇപ്പൊ ഇത്? ഒരു കാര്യം ചെയ്യാം, വൈകിട്ട് ഗ്രൗണ്ടിൽ പോവാം, ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് പൊട്ടിക്കാം. ഇന്നല്ലേ ക്രിസ്മസ്. ആ അത് മതി. നീ ബാക്കിയുള്ളവന്മാരെ വിളി, ഇന്ന് പൊളിക്കണം. ഞാൻ അവന്മാരെ സെറ്റാക്കാം. ആ വൈകിട്ടാണ് അളിയാ. ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പോൾ ഓക്കെ അടേ, വൈകിട്ട് കാണാം. സെറ്റ്. ആടാ മോനെ വേഗം വാ, കൊണ്ടുപോവാ, നമുക്ക് പൊട്ടിക്കാം. ചിത്രപ്പടക്കം അനക്കാടാ, നീയൊക്കെ നിന്ന് കരിഞ്ഞു. നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇടാം. ലൈവായിട്ട് അമ്മമാരിലായിരുന്നു കാണട്ടെ. അമ്മമാരുടെ പുച്ഛം അങ്ങ് മാറി കിട്ടുമല്ലോ. നല്ല നീ ഇറാ മോനെ. ക്ലിയർ ആയിരിക്കണമല്ലോ. നീ എന്തോടെ തോന്നിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് ഇടാ. നാട്ടിലെല്ലാം കണ്ടെങ്കിൽ കളവാക്കാം. അല്ലെ നമുക്കെന്നാ ഇത് പൊട്ടിച്ചാലോ? പൊട്ടിക്കാം. അതെ ലൈവ് സെറ്റ് ആയോ? ആ ശരിയായിക്കൊണ്ടിരിക്കടാ. ഇവിടെ റേഞ്ച് ഒക്കെ ഉണ്ടോടി? ആ നോക്കുന്നുണ്ട്. എടാ ലൈവ് വന്നു നോക്കണം. ചിത്രപ്പടക്കമാണ്. എത്ര 11, 12 എന്തുകൂടെ കുറയാ നല്ലത്. എടാ ലൈക്കിങ് കമന്റ് ഒക്കെ കയറുന്നുണ്ടോ? 50 പേര് ആകുമ്പോ നമുക്ക് പൊട്ടിക്കാടാ. ലൈവായിട്ട് പൊട്ടിക്കാം. കണ്ണ് നിറച്ച് കാണണം. കമന്റ് ഉണ്ടെങ്കിൽ അയക്കടേ. എടാ കമന്റ് ഒക്കെ കയറണം. നിനക്കൊന്നും വേറെ പണിയില്ലടാ തെണ്ടികളെ. ഞങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലടാ, ഇത് തന്നെ പണി. നീ പോടാ പട്ടി. ആരാ കമന്റ് ഇട്ട്? വാസു ഉണ്ട്. കമന്റ് ഒക്കെ ഒഴുകി വരുന്നടാ, നോക്കടാ. ലൈക്ക് കയറുന്നുണ്ട്. നെഗറ്റീവ് കമന്റ് അവനായിരിക്കില്ല. അവൻ വാസുണ്ടെ മോനാടാ, നീ നോക്കണ്ട. ലൈക്ക് 12 പേര്. 50 പേരെ കാണും, 50 പേരായി. എടാ നിന്റെ റസീവ് എന്താ? വാടാ വാടാ വാടാ. എടാ സുലൈമാൻ കാക്ക, നീ വാടാ. സുലൈമാൻ കാക്ക വന്നു. മോനെ ഹലോ ഗായ്സ്, ഞാനാണ് ചിത്രപ്പടക്കത്തിന്റെ ആള്. ഞാനാണ് ചിത്രപ്പടത്തിന്റെ ആള്. ഇവനാണ് സുലൈമാൻ കാക്കയുടെ മോള് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവനാണ് ചിത്രപ്പടക്കം. വേണ്ട രജനിയാണ് പൊട്ടി സാധനം. നമ്മുടെ തലവര് പൊട്ടി സാധനം നമ്മളിവിടെ പൊട്ടിക്കാൻ പോകുന്നത് അറിയാവോ? ഇത് പൊട്ടിച്ചാലേ ആകാശത്ത് നമ്മുടെ എല്ലാം മുഖം തിളങ്ങി നിൽക്കുന്നു. എന്റെ മകൻ പ്രത്യേകിച്ച് കാണാം. ഏത് ചിത്രപ്പടക്കം guys, ചിത്രപ്പടക്കം. എല്ലാണ്ണോ കാണണ്ട, എല്ലാണ്ണോ കണ്ണ് നിറച്ച് അവിടെ വെക്കടാ. നടക്ക് വെക്ക്. എല്ലാണ്ണോ കാണും. ഗായ്സ് ചിത്രപ്പടക്കം ചിത്രപ്പടക്കം. ഇവിടുന്ന് ആകാശത്തേക്കാണ് പോകുന്നത്. ഞങ്ങളെ എല്ലാ അവിടെ ഫോട്ടോ ആണ്. മാറി കൊച്ചുകളെല്ലാം മാറിക്ക്. അണ്ണൻ കാണിച്ചത് നിനക്ക് അത്രയുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പ്രായമാകുമ്പോ അണ്ണൻ നിന്നെ കൊണ്ട് പൊട്ടിപ്പിക്കും. ഞങ്ങളെ ചിത്രപ്പടക്കം കമോൺ. എല്ലാരും കാണണ്ട, എല്ലാരും കാണും. നാട്ടെല്ലാം കണ്ടോ പൊട്ടിക്കാൻ കാണിച്ചു ഇരി കൊണ്ടുവരാ. നോക്ക്, എല്ലാണ്ണോ നോക്കണം, എല്ലാണ്ണോ നോക്ക്. ഗായ്സ് ഇതാണ് എന്റെ തിരി തോന്നുന്നു. എടുത്തു നോക്കാം. എല്ലാണ്ണം കൊണ്ടോ തിരി. ഇതാണ് തിരി. ഇവിടാണ് കത്തിക്കുന്നത്. ഈ ഇവിടെ കത്തിക്കണം. ക്ലോസപ്പ് പോണോ? ക്ലോസപ്പ് എടുത്തോ, കുഴപ്പമില്ല. അളിയെ മാറി ഞാൻ കത്തി. ഇവിടെ എടുത്തോ. ഇച്ചിരി മാറി മോനിസ്, ഇച്ചിരി മാറി. എല്ലാം റെഡിയാണോ? കത്തിക്കണം. നിന്നാ തീവണ്ടി എടുത്തോ. കത്തിച്ചോ.
അനക്കോ ആവിയൊന്നും ഇല്ലല്ലോടാ. നേരെ വേണം നീ കത്തിച്ചേ. അപ്പോഴേ പറഞ്ഞ അവൻ കത്തിക്കല്ലേ എത്തിക്കില്ല. ഇതൊക്കെ അണ്ണൻ നീ കത്തിക്കാൻ പറഞ്ഞു. ഉണ്ടാക്ക്. കണ്ടോ അനക്കൊന്നും ഇല്ലടാ. എടാ നോക്കടാ, അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പുകയൊക്കെ വരുന്നു. അല്ലയാ വെടിക്കുറ്റി പണിക്കുറ്റി ആവോ? അങ്ങനെ ഒരു വഴി ഇല്ല. അവിടെ പുക ആവിയെല്ലാം പൊങ്ങിത്താ. ഇനി അടുത്ത ഞാൻ കത്തിക്കാം. ഇരിക്ക്. എടാ നമ്മുടെ കമ്പം ഉണ്ട്. മേളിൽ പൊട്ടി അറിയാ. എടാ എന്റെ ഫോൺ എന്തിടാ? എന്തുകൂടാ ഇതൊന്നും എല്ലാവർക്കും എന്തുറ്റി? ഞാൻ ഇപ്പോഴത്തെ കടയിൽ ഉണ്ടായിരുന്നു, ശബ്ദം കേട്ട് ഓടി വന്നേ. എന്തുറ്റി? ക്രിസ്മസ് ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഒരു കമ്പം മേടിച്ച് കളിയാ. ആ പാണ്ടിയുണ്ടായിന്ന് ഇങ്ങനെ ചായച്ച് ഇപ്പൊ കരിഞ്ഞിരിക്കുന്നു. പടക്കം കരിഞ്ഞോ ദൈവത്തിന് പോലും അറിഞ്ഞൂടാ. അപ്പൊ അത് പറ. അപ്പൊ നിങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ടാണ് അവൻ മറ്റവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തത്. എന്തായാലും ഈ നാട്ടിൽ പറ്റിക്കാൻ പറ്റിയ 5 എണ്ണം നിങ്ങളാ. അതുകൊണ്ട് തന്നെ അവനെ വൃത്തിയായിട്ട് പറ്റിച്ചിട്ടുണ്ട്. നീയൊക്കെ അല്ലാതെ അവനൊക്കെ ആരെങ്കിലും പൈസ കൊടുത്ത് പറഞ്ഞു വിടൂ. സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്, ചോദിച്ചപ്പോൾ പറയാൻ എവിടെ നിന്നാണ് പൈസ ഒപ്പിച്ചാണ്. അപ്പൊ ഇതായിരുന്നില്ല സംഭവം. 2500 5 2500 തന്നെ. എന്റെയൊക്കെ പൈസ കൊണ്ട് അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തൊക്കെ നാട്ടുകാർ പട്ടിഷ കാണിക്കും. ഇതല്ലാതെ വേറൊരു വഴിയും കണ്ടില്ലാണ്. അത് പിന്നെ അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് കിട്ടേണ്ടതായി കിട്ടിയിട്ടുണ്ട്. അടുത്ത വർഷം തൊട്ടെങ്കിലും നന്നാവാൻ നോക്കും. ഇനി ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. അപ്പൊ ഞാൻ പോവാ. ഇനിയെങ്കിലും നാട്ടുകാർക്ക് ഇങ്ങനെ ഇതുകൊണ്ടാണ് വീട്ടിൽ പോയി പഠിക്കും. ഇനി ഒരു പരിപാടിക്കും ഞങ്ങളില്ല. ഞാനുമില്ല. നീയൊക്കെല്ലാം പഠിച്ചല്ലേ? മാസ്റ്റർ റൂമിൽ നല്ലതായിരുന്നു. അവർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു ആവശ്യമില്ലായിരുന്നു. നമ്മളെ ഒഴിച്ച കുഴി നമ്മൾ തന്നെ വീണു. ഞാൻ പോണ്, ആശുപത്രി പോണം. ഞാനും വരുന്നു. അങ്ങനെ വെടിമരം നിറച്ചൊരു പെട്ടിയിൽ കളർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നാട്ടിൽ അവശേഷിക്കുന്ന 5 മണ്ടന്മാരും പറ്റിച്ച സംതൃപ്തിയിൽ കോയമ്പത്തൂരിലേക്ക് നൈസ് ഐസ് കൂട്ടായി. ഇനി എന്നെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ കണ്ണിൽ എണ്ണ വെച്ചവർ കാത്തിരിക്കുമായിരിക്കും എന്നെ. എന്തായാലും 2021 മൂത്ത വൈറസ് ഒന്നും വന്നില്ലെങ്കിൽ ഇവന്മാരെ പറ്റിക്കാനായി നമുക്കൊന്നും കൂടെ വരേണ്ടി വരും.